നിയമവീഥി. പ്രിയ ശ്രോതാക്കളെ, എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും ദേവികുളം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു ടി കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കേൾക്കാം. മറ്റൊരു പ്രശ്നമാണ് ഈ ചാരായം മാറ്റ് നമ്മുടെ തോട്ട മേഖലകളിൽ. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അബ്കാരി കൃത്യമായിട്ടാണ് നമ്മുടെ ചട്ടം കാണുന്നത്. അപ്പോൾ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 10 വർഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയും ചുമത്താനാവുന്ന ഒരു ഗുരുതര കൃത്യമാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു തമിഴ് മലയാളി കലർന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മദ്യം ഒരു കാരണവശാലും ഒരു തുള്ളി പോലും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് കുറേ പേർക്കുള്ള സംശയമാണ്. അവിടുന്ന് കൊണ്ടുവരാനും പറ്റില്ല, ഇവിടെ വെച്ച് കുടിക്കാനും പറ്റില്ല, ഉപയോഗിക്കാനേ പറ്റില്ല. സർ, ഇത്തരത്തിൽ മദ്യം വിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരു പ്രദേശത്ത് ഒരാൾ അനധികൃതമായിട്ട് മദ്യവിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന് തന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കുന്ന ആളുടെ പേര് വിവരങ്ങൾ നമ്മൾ അത് പ്രസിദ്ധപ്പെടുത്തുമോ, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കൂ? ഒരു കാരണവശാലും പ്രസിദ്ധീകരിക്കില്ല. അതിനെക്കുറിച്ച് യാതൊരു ഭയവും പൊതുജനങ്ങൾക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുന്നത് അയാളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. സത്യം പറഞ്ഞു, അയാൾ അത്രയും റിസ്ക് എടുത്തിട്ടായിരിക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരിക. അപ്പോൾ ഒരിക്കലും അയാളുടെ പേരോ ഫോട്ടോയോ മറ്റു യാതൊരു പേഴ്സണൽ വിവരങ്ങളും എവിടെയും വരില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഒരു ഉറപ്പാണ്. സർ, അങ്ങനെ പലരും പരാതിപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും നമ്പർ ഉണ്ടോ? പൊതുവായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ നമ്പറോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൂന്നാർ മേഖലകളിൽ ഇതേപോലുള്ള പ്രശ്നത്തിന് നമുക്ക് നമ്മുടെ ഇൻസ്പെക്ടർ ഒഫീഷ്യൽ നമ്പർ ഉണ്ട്, 9400069536. ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അബ്കാരി NDPS സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പൊതുജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് അറിയിക്കാവുന്നതാണ്. സർ, നമ്മൾ വിളിച്ചറിയിക്കണമെന്നുണ്ടോ? അതല്ലെങ്കിൽ വാട്സപ്പ്, ഇമെയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? ഈ പറഞ്ഞ നമ്പറിൽ വാട്സാപ്പും ഉണ്ട്, ഇമെയിലും ഉണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്കിത് ഇൻഫർമേഷൻ കിട്ടിയാൽ വിളിച്ചറിയിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പേര് പറയണമെന്നില്ല, ഒന്നും പറയണമെന്നില്ല. നമ്മൾ എന്തായാലും നമ്മുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഈ ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ സ്ഥിരീകരിച്ച് ശേഷം നമ്മൾ എന്തായാലും നടപടിയെടുക്കും. സർ, 3 ലിറ്ററിന് സാർ പറഞ്ഞു അനുവദനീയമായ അളവാണ് കൈവശം വയ്ക്കുക. അതിൽ കൂടുതൽ അളവ് ഒരാൾ കൈവശം വെച്ച് പിടിക്കപ്പെട്ടാൽ അവർ നേരിടേണ്ടി വരുന്ന ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്? അതിനെ നമ്മൾ ഒരു 3.5 അല്ലെങ്കിൽ 4 ലിറ്ററായിട്ട് ഒരാൾ പെർമിറ്റ് ഇല്ലാതെ വരുവാണെങ്കിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ വരെ ഫൈൻ ചുമത്തുന്ന ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കോമ്പൗണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ കോടതിയിൽ അടയ്ക്കാം. എങ്ങനെയാണെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന കേസാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫൈനോട് കൂടിയിട്ടുള്ള ജാമ്യമായിരിക്കും. സർ, ഇപ്പോൾ MDMA അതുപോലെ മറ്റ് രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കുട്ടികൾ മുതൽ പ്രായമായവർ വഴിയുണ്ട്. അവർ നേരിടേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണല്ലോ അത്. അതെ, ഇപ്പോൾ ഈ രാസലഹരിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു സമയത്ത് സിഗരറ്റ് ഒരു വലിയ എന്തോ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ലഹരിയും അതിൻ്റെ അപകട സ്വഭാവവും ഇതുപോലെ തന്നെ ഇവോൾവ് ആയി വരികയാണ് ചെയ്യുന്നത്. കഞ്ചാവായിരുന്നു ഒരു സമയത്ത് വില്ലൻ. ഇപ്പോൾ കഞ്ചാവിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ട സാധനങ്ങളാണ് ഈ പറയുന്ന MDMA പോലെയുള്ള ആംഫിറ്റമിൻ വിഭാഗത്തിൽ പെടുന്ന രാസലഹരി വസ്തുക്കൾ. അളവിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ശിക്ഷാവിധികൾ നിർണ്ണയിച്ചിരിക്കുന്നത്. MDMA കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 1/2 ഗ്രാമിന് മുകളിൽ ഉണ്ടെങ്കിൽ ജാമ്യമില്ലാത്ത കേസാണ്. 1/2 ഗ്രാമിന് താഴെയാണെങ്കിൽ ജാമ്യം കിട്ടുന്ന കേസാണ്. പക്ഷേ അപ്പോഴും കേസാണ്. ഒരു കാരണവശാലും ഇതൊന്നും ഉപയോഗിക്കാനേ പാടില്ല, ഒരളവിലും ഉപയോഗിക്കാൻ പാടില്ല. ഒരു നുള്ളു ഉപ്പിൻ്റെ അത്രയേ ഉള്ളൂ ഈ 1/2 ഗ്രാം എന്ന് പറഞ്ഞാൽ, അത്രയുമില്ല. അപ്പോൾ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ റിമാൻഡ് ആവുന്ന അവസ്ഥയാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സംഭവം. അതും ഇതുപോലെ ഒരു ലഹരി വസ്തു അല്ലേ? അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഇതുപോലെയുള്ള രാസലഹരികളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ കെമിക്കൽ അനാലിസിസിലൂടെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമുക്കിത് സ്ഥിരീകരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് സ്പോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു NDPS ഡിറ്റക്ഷൻ കിറ്റ് ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേസ് എടുക്കാറുണ്ട്. സൈലോസോബിൻ എന്ന് പറയുന്ന ഒരു രാസലഹരിയാണ് ഈ മാജിക് മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സിലോസൈബിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ശിക്ഷ. അതാണിപ്പോൾ അടുത്തൊരു കോടതി വിധി ഉണ്ടായിരുന്നു. മാജിക് മഷ്റൂമിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ ഒരു ശിക്ഷ നിർണ്ണയിക്കാൻ പറ്റില്ല, അതിലുള്ള കണ്ടൻറ്റ് എന്തോരം ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമേ ശിക്ഷ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിധി വന്നത്. ഇതിൻ്റെ അർത്ഥം അത് ഉപയോഗിക്കാം എന്നല്ല. ഇതുപോലെയുള്ള യാതൊരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിവരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംസാരിച്ചത് ദേവികുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു ടി. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട ഫോൺ നമ്പർ 9400069636. നിയമവീഥി സമാപിക്കുന്നു.